അമേരിക്ക ഇന്ന് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി കൊണ്ടുപോയിട്ട് ബോംബ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷമേ അമേരിക്ക ഇതിനകത്ത് പങ്കെടുക്കുകയുള്ളൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഇത് സമാധാനമാണോ സമാധാനമില്ലായ്മയാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. പാകിസ്ഥാൻ അവർ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് 2025 നോബൽ പ്രൈസ്. അത് അമേരിക്കയ്ക്ക്, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൊടുക്കണമെന്നാണ്. അപ്പം ഈ ട്രംപ് സ്ഥാനമേൽക്കുന്നതിന് തൊട്ട് മുമ്പായി അദ്ദേഹം പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ. ഒന്ന്, ഞാൻ വന്നു കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധം പിറ്റേ ദിവസം തന്നെ നിർത്തിക്കളയും. കാനഡ, അത് നമ്മുടെ അടുത്ത സ്റ്റേറ്റാണ്. ഇത് ഗ്രീൻലാൻഡ് ഞാൻ മേടിക്കാൻ പോവുകയാണ്. ഇതിൽ അമേരിക്കയാണ്, ഗ്രേറ്റ് അമേരിക്ക വൺസ് അഗെയിൻ. ഇങ്ങനത്തെ കുറച്ച് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ ചിന്തിച്ച കേസാണ് ഈ ഇസ്രായേൽ ഹമാസ് പ്രശ്നം തീരുമാനിക്കും. ഇപ്പോൾ കുറച്ച് ബന്ദികളെയൊക്കെ ഹമാസ് അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഗസയിൽ. അപ്പോൾ അവരെ എവിടെയാണെന്ന് അറിയത്തില്ല. ഗസയിലാണെങ്കിൽ ഇപ്പോൾ നേരത്തെ തന്നെ പിടിച്ചേനെ. അപ്പോൾ ഓൾറെഡി ഉണ്ട്, അത് ഇതുവരെയായിട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇഷ്യൂസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ട്രംപ് നിൽപ്പുണ്ട്. അതായത് ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ, ഇസ്രായേൽ ഹിസ്ബുള്ള ഇഷ്യൂ, ലെബനോൻ ഇഷ്യൂ, ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ, ഇസ്രായേൽ യമന്റെ ഹൂതികളുമായിട്ടുള്ള ഇഷ്യൂ, ഇസ്രായേൽ സിറിയയുമായിട്ടുള്ള ഇഷ്യൂ. ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ്. അതിൻ്റെ ഇടയ്ക്ക് ഉറുദുഖാൻ, നമ്മുടെ തുർക്കി, അപ്പോൾ പുള്ളിക്കാരുടെ സ്റ്റേറ്റ്മെന്റ്. ഇപ്പം നിലവിൽ വന്ന് ഇസ്രായേൽ ഇറാൻ ഇഷ്യൂ, അതിൻ്റെ അകത്ത് പാകിസ്ഥാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ട്രംപ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ അമേരിക്കയ്ക്ക് വിളിക്കുകയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇപ്പം ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ, ഇപ്പം ഇതൊക്കെ നിർത്തി സമാധാനമായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ, ഇദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളൊക്കെ അങ്ങനെ പറഞ്ഞ് നിന്ന് ഒരു സമാധാന ദൂതനാകുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ഇത് വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമൊന്നുമല്ല, ചെറിയൊരു കാര്യമാണ്. എന്നാൽ ഞാനിങ്ങനെ ചിന്തിച്ചൊരു കാര്യം, ഉറപ്പായിട്ടുള്ളൊരു കാര്യം പറയുകയല്ല. എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പം നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഇപ്പം 2025 നോബൽ സമ്മാനം പലതും പല കോമഡിയായിട്ട് തോന്നാം. ഇദ്ദേഹത്തിന് ലഭിക്കുന്നതിനെ കുറിച്ച് എന്തായിരിക്കും?